ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ക്യൂ തന്നെ രൂപപ്പെടുന്നുണ്ട്. മരക്കൂട്ടം വരെയും ഭക്തരുടെ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 18-ാം പടി കയറാനുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ നീളുന്നു എന്നും അറിയാൻ കഴിയുന്നു. മരക്കൂട്ടത്തു നിന്നും ചെറു സംഘമായാണ് ഇപ്പോൾ നിലവിൽ ഭക്തരെ കടത്തിവിടുന്നത്. മനോജ് ചേരുന്നുണ്ട് സന്നിധാനത്തു നിന്നും വിവരങ്ങളുമായി. മനോജ്, തിരക്കിങ്ങനെ വർദ്ധിക്കുകയാണ്. 18-ാം പടിയിൽ കയറുന്നതിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ വരെ നീളുന്നു. വലിയ ക്യൂ രൂപപ്പെടുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്നത്? തീർച്ചയായും പുലർച്ചെ മുതൽ ഈ മരക്കൂട്ടം വരെ ഈ ക്യൂ നീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും ഭക്തജനങ്ങൾ കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം ഭക്തരിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടം വരെ ഈ ക്യൂ നീണ്ടു നിന്നു. അതോടൊപ്പം 18-ാം പടിയിലേക്ക് കയറാൻ 6-7 മണിക്കൂർ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു തിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 18-ാം പടിക്ക് താഴെ അങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ്. ഇനി ഇവർക്ക് പുറകിലായി ഈ നടപ്പന്തലിൽ വലിയ തരത്തിലൊരു ക്യൂ ഉണ്ട്. അതിനുശേഷം ഈ ശരംകുത്തി വരെ, അതായത് ഈ മരക്കൂട്ടമൊക്കെ വരെ ഇത്തരത്തിൽ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ചെറു സംഘങ്ങളായാണ് ഓരോ ഗേറ്റ് വഴിയും ഇവരെ കടത്തിവിടുന്നത്. അതിനുശേഷം ഇവിടെ എത്തി ഇവിടെ കാത്തു നിന്ന ശേഷമാണ് ഈ 18-ാം പടി കയറുന്നത്. ഈ 18-ാം പടിയിൽ തന്നെ ഈ ഭക്തരെ, അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തരെ എത്രയും വേഗം മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ 18-ാം പടിയുടെ മുന്നോട്ട് പോകുക, ത്തേക്ക് എത്തുക. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 18-ാം പടി വഴി കയറി വരുന്ന ഭക്തരാണ്. അവർ മുകളിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ ഓരോ മൂന്നാം ദിവസമാണ് ഇത്തരത്തിൽ ഭക്തജന തിരക്ക് വലിയ സംഖ്യയിലോട്ട് കടക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ പുലർച്ചെ മുതൽ ഈ പടി കയറാനുള്ള ക്യൂ ആയിരുന്നു ഇത്രയധികം നീണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഓരോ ഘട്ടം ഘട്ടമായി ഇവരെ കടത്തിവിടുമ്പോഴും ഈ സന്നിധാനത്തിന് താഴെ, ഈ 18-ാം പടിക്ക് താഴെയുള്ള വലിയ നിര നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കഴിഞ്ഞ ശേഷം നടപ്പന്തലിലും ഇത് തന്നെയാണ്. എന്തായാലും ഓരോ ദിവസവും ഈ ഭക്തജന തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും ഇത് തന്നെയാണ്. ഈ മണിക്കൂറുകൾ കാത്തു നിന്നാണ് ഈ 18-ാം പടി കയറാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് 18-ാം പടി കയറിയാലും അവിടെ നിന്നും ഈ സന്നിധാനത്തേക്ക് കയറി സോപാനത്തിന് അരികിലേക്ക് എത്തുന്ന ആ ഒരു തിരക്കും നമുക്ക് കാണാം. അങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഭക്തർ ഇത്തവണ ശബരിമലയിലേക്ക് എത്തി എന്നുള്ളതാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത്തവണ ഭക്തജന തിരക്കിൽ ഭക്തജനങ്ങളിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ശബരിമലയിലേക്ക് എത്തുന്നവരിൽ. അത് തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മരക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ വലിയ നടപ്പന്തലും കഴിഞ്ഞ് കുറേയധികം മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അവിടേക്ക് വരെ ഈ ഒരു ഭക്തജന പ്രവാഹമുണ്ട്. അവരൊക്കെ തന്നെ മണിക്കൂറുകൾ കാത്തു നിന്നാണ് അയ്യപ്പ ദർശനം നടത്തുന്നത്. നമുക്ക് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള തിരക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇനി മണ്ഡലപൂജയുടെയൊക്കെ സമയമാണ്. ഈ ഒരു സമയം വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ, അതായത് തിരക്ക് കൂടുതലായി വന്നാൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അതിനൊക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഘട്ടം ഘട്ടമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറു സംഘങ്ങളായി കടത്തിവിട്ടാൽ മാത്രമേ സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാകൂ എന്നുള്ളതാണ്. കാത്തു നിൽക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. 6-7 മണിക്കൂർ കാത്തു നിന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പോലീസ് അവരെ ഇങ്ങനെ കടത്തിവിടുമ്പോൾ, അതായത് പലതരത്തിലുള്ള പരാതികൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുമുണ്ട്. കാരണം മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചില സമയങ്ങളിലൊക്കെ കടത്തി വിടുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും അത്തരത്തിലൊരു നിയന്ത്രണത്തിലൂടെ മാത്രമേ ഈ ദർശനം സാധ്യമാക്കൂ എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ നിയന്ത്രണം ഇല്ലാതിരുന്നാൽ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം, ഈ ആംബുലൻസ് വന്ന സമയത്ത് തന്നെ ഈ എമർജൻസി പാതയിലൂടെ കടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ
അത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്നാൽ അത് വലിയ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന ഭക്തജനങ്ങളെയൊക്കെ കൊണ്ടുപോകേണ്ട ഒരു എമർജൻസി പാതയൊക്കെ ഉണ്ട്. ആ ഭാഗത്തൂടെയൊക്കെയാണ് കൂടുതലായും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരക്കൂട്ടവും കഴിഞ്ഞ് ഭക്തജനങ്ങൾ വരുമ്പോൾ, അതായത് പമ്പയിൽ നിന്നും അവർ കയറി മലചവിട്ടി വരുമ്പോൾ ആ മരക്കൂട്ടം വരെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മണിക്കൂറുകളുടെ നേരത്തെ 3-4 മണിക്കൂറൊക്കെ കാത്തുനിന്നാൽ ആണെങ്കിൽ ഇപ്പോൾ 6-7 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങളിലാണ് സന്നിധാനം. അതോടൊപ്പം തന്നെ അത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ആ 18-ാം പടിക്ക് താഴെ കണ്ട ദൃശ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ഭക്തജനങ്ങളുടെ വലിയ തിരക്ക്. അതായത് അത്രയധികം ഭക്തജനങ്ങൾ ഒരേ സമയം ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ സോപാനത്തിനരികിലേക്ക് ഇറങ്ങുവാനുള്ള ആ ഒരു കാത്തുനിൽപ്പ് നമുക്ക് മനസ്സിലാകും. കുറേയധികം നേരമായി തന്നെ ഈ ഭക്തരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. തിരക്ക് എങ്ങനെയുണ്ട്? നല്ല തിരക്കാ. ഇന്നലെ വന്നതാണ്. മഴയും ഇതായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ കാത്തു നിൽക്കേണ്ടി വന്നു കുറേ നേരം? കുറേ നേരം നിൽക്കേണ്ടി വന്നു. 11 മണി മുതൽ രാവിലെ 4 മണി വരെ നിൽക്കേണ്ടി വന്നു. ಕನ್ನಡ ಕನ್ನಡ ഗോവയെന്നാ? ഗോവ. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന ഭക്തജനങ്ങൾ അവരൊക്കെ തന്നെ കാത്തു നിന്നുകൊണ്ടാണ് അയ്യപ്പനെ ദർശിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ 6-7 മണിക്കൂറുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ശബരിമല ഈ 18-ാം പടി കയറുവാൻ വേണ്ടി താഴെ വലിയ തരത്തിലുള്ള തിരക്കുണ്ട്. മനോജ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. കാരണം കണ്ണത്താ ദൂരത്തോളമാണ് ക്യൂ നീണ്ടു കിടക്കുന്നത്. താഴെ 18-ാം പടിയും കവിഞ്ഞ് ക്യൂ ഉണ്ട്. ഒപ്പം തന്നെ പുലർച്ചെ പടി കയറാനുള്ള ശരംകുത്തിയും പിന്നിട്ടു എന്നാണ് വാർത്തകൾ വരുന്നതും. അപ്പോൾ നേരത്തെ മനോജ് പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു തിരക്കിനൊരു കുറയ്ക്കാൻ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം ഈ ആംബുലൻസ് പോലും വരാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത്. പ്രായോഗികമായ നിയന്ത്രണങ്ങൾ ഇപ്പോഴും നടപ്പാക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ അശാസ്ത്രീയമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയും രാത്രിയിലും ഇത് തന്നെയാണ്. ആംബുലൻസ് വന്ന സമയത്ത് അവിടെ എമർജൻസി പാതയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഭക്തജനങ്ങൾ സാധാരണയായി അവിടെ നിർത്താറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ആ ഗേറ്റ് തുറന്നു കൊടുത്ത് അവിടെ ഭക്തരെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുതന്നെ നിയന്ത്രണങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ നിയോഗിച്ചിട്ടുള്ളത്. അവർ കൃത്യമായും ആ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഇവിടേക്ക് അതായത് വലിയ തിരക്കുണ്ടെങ്കിലും ചെറു സംഘങ്ങളായി കടത്തിവിടുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, മറ്റ് സൗകര്യങ്ങൾക്ക് കൂടെ അവിടെ എല്ലാവിധ സൗകര്യങ്ങൾക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ അടിയന്തര ഘട്ടങ്ങളിൽ പോലും അത് വെല്ലുവിളിയാകുന്നത്. സാധാരണ ഇതിനേക്കാളും തിരക്ക് വരുന്ന സമയത്തും ഈ അടിയന്തര ഘട്ടങ്ങളിൽ വേഗം തന്നെ വാഹനങ്ങൾക്ക് അതുവഴിയൊക്കെ പോകാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇത്തരത്തിൽ ഈ പാതയിൽ ഭക്തർ നിരന്നതോടുകൂടി തന്നെ ആംബുലൻസിന് അവിടെ നിർത്തിയിടേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പല തരത്തിലും നിയന്ത്രണങ്ങളിലെ പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വരുന്ന ഭക്തജനങ്ങളുടെ ആ ഒരു ഭക്തജന പ്രവാഹം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അവരെ കൃത്യമായും നിയന്ത്രിച്ച് ചെറു സംഘങ്ങളായി മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒരുമിച്ചെത്തുമ്പോൾ അവരെ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിവിടാൻ സാധ്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മണിക്കൂറുകൾ ഈ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത്. അവരൊക്കെ വലിയ തരത്തിലാണ് അവർ നമ്മളോട് പറയുന്നത്. ഈ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം വന്നവരൊക്കെ ഇപ്പോഴും ദർശനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പുലർച്ചെ തന്നെ ആ ക്യൂ അങ്ങ് മരക്കൂട്ടവും കഴിഞ്ഞു പോയി എന്നുള്ളത്. ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടവും കഴിഞ്ഞ് അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ നിന്നും വീണ്ടും ഭക്തജനങ്ങൾ അങ്ങനെ കയറുന്നുണ്ട്. ആ കണക്കുകളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും വലിയ വർധനമുണ്ടാകുന്നു. റെക്കോർഡ് സംഖ്യ കഴിഞ്ഞ ദിവസം ഈ ശബരിമലയിൽ എത്തിയിരുന്നു. അത്തരത്തിൽ ദർശനം നടത്താനായി, ആ ഒരു ദർശന പുണ്യത്തിനായി എത്തുന്ന ഭക്തജനങ്ങളാണ്. അപ്പോൾ ഇനിയും വരാനുള്ളവരുണ്ട്. ഇനി എത്രയോ അയ്യപ്പ ഭക്തരാണ് അങ്ങനെ കാത്തു നിൽക്കുന്നത് ശബരിമലയിലെത്തി അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി. എന്നാൽ ഈ ഒരു തിരക്ക് വലിയ തരത്തിൽ, അതായത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമാണ്. ഈ ഭക്തജന തിരക്ക്, അതായത് കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് പ്രത്യേക ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ
ഇപ്പോഴും കുട്ടികൾ ഉള്ളിലൂടെ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അയ്യപ്പന്മാരുണ്ട്. അവരൊക്കെ ഇടിമുടിക്കെട്ടുമായി ആ തിരക്കിനിടയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. അതെ, മനോജ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ 6-7 മണിക്കൂറുകൾ ഇങ്ങനെ വരിയിൽ നിന്നുകൊണ്ട് നീങ്ങുന്ന കുഞ്ഞ് കുട്ടികളെയും മാളികപ്പുറങ്ങളെയും ഒക്കെ. അപ്പോൾ ഈ സംവിധാനങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. എല്ലാവർക്കും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വേണ്ടത്ര കൃത്യത പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ മനോജ്? തീർച്ചയായും അതുതന്നെയാണ്. അതായത് കുട്ടികൾക്കായി പ്രത്യേക വരി നിലവിലുണ്ട്. എന്നാൽ പല കുട്ടികളും, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കൊന്നും ഇത് അറിയില്ല. അവരെ കൃത്യമായും നിയന്ത്രിച്ച് കുട്ടികളെ മറ്റൊരു വരിയിലൂടെ വിടേണ്ടത് ഇവിടെ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഈ കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം ആ വലിയ വരിയിൽ നിൽക്കേണ്ട സാഹചര്യമാണ്. അതായത് ഒരു ഭാഗത്തൂടെ മറ്റൊരു വരി പോകുന്നുണ്ടെങ്കിലും ഈ വലിയൊരു തിരക്കിനിടയിലേക്ക് ആ കുട്ടികളെയൊക്കെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ്. അതായത് 18-ാം പടി കടന്നു വരുന്ന ഈ ഒരു ഭക്തരെ ഒരേ വഴിയിലൂടെ അങ്ങനെ കടത്തിവിടുകയാണ്. ചിലരെ മാത്രം മറ്റൊരു ക്യൂവിലൂടെ തന്നെ ഈ കുട്ടികളെയൊക്കെ മാറ്റിവിടുന്നുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ തിരക്കിനെ വലിയ രീതിയിൽ, അതായത് ഭക്തജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. കുട്ടികളുടെ ആ ഇരുമുടിക്കെട്ടുമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ആ തിരക്കിനിടയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ആ തിരക്കിനിടയിൽ ആ ഇരുമുടിക്കെട്ടുമായി ആ കുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ആ കുഞ്ഞയ്യപ്പൻ അങ്ങനെ നിൽക്കുകയാണ്. ആ തിരക്കിൽ നിന്നും വെളിയിലിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ദൃശ്യം. അതോടൊപ്പം അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ചെറുതായെങ്കിലും. ഇപ്പോൾ ആ ഒരു വരി ഇങ്ങനെ തന്നെയാണ്. ഈ പല ഭാഗത്തും ഇത്തരത്തിൽ വലിയ തിരക്കിനിടയിൽ ഭക്തജനങ്ങൾ പെട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടം ഘട്ടമായി മാത്രം മുന്നോട്ട് വിട്ടുകഴിഞ്ഞാൽ മാത്രമേ അതിലൊരു പരിഹാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതെ, ഇത് കൃത്യമായ സംവിധാനങ്ങൾ നടപ്പാക്കണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് ഭാഷയുടെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അവരെ കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. മനോജ് ഇപ്പോൾ കാണിച്ചു, നിരവധി കുഞ്ഞു കുട്ടികളാണ് ഈ വരിയിൽ തിക്കിലും തിരക്കിലും പെട്ടുപോകുന്നത്. ഇവർക്കായി മറ്റൊരു ക്യൂ സംവിധാനമുണ്ടെന്നും അവരേക്ക് അവിടെ വിടുക എന്നുള്ളതൊക്കെ പോലീസിൻ്റെ കർത്തവ്യമാണ്. പക്ഷേ വലിയ രീതിയിലുള്ള തിരക്കും തിക്കും ഒക്കെ വരികയും നീണ്ട ക്യൂ ഇങ്ങനെ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലും കുട്ടികളും അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും 6-7 മണിക്കൂർ 18-ാം പടി കടക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അധികൃതർ ദ്രുതഗതിയിൽ തന്നെ 3-ാം ദിനമാണ് ഇങ്ങനെ തിരക്ക് കൂടുന്നത്. എന്നിട്ട് പോലും പോലീസ് പോലും അവിടെ ക്രമീകരണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്.